അച്ചടക്കത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. എന്താ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കേൾക്കാൻ? വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അച്ചടക്കം എന്ന് പറയുന്നത്. അതെ, ഇത് ലീഡർഷിപ്പ്, നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഒഴിച്ചുകൂടാത്ത ഒരു കാര്യം അച്ചടക്കം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് നേതാവായിരിക്കാൻ കഴിയില്ല. അല്പസ്വല്പ കാലത്തേക്കൊക്കെ കഴിഞ്ഞാലും ആളുകൾ വളരെ വേഗം അദ്ദേഹത്തിൻ്റെ അയോഗ്യതയെക്കുറിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സഭയിൽ എത്ര മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത്? 10 മണിക്ക് ഞായറാഴ്ച. അതെ, ഈ സഭയുടെ ലീഡർഷിപ്പിലുള്ളവർ എത്ര മണിക്കാണ് സഭായോഗത്തിന് വരേണ്ടത്? 9:45. 9:45 വന്നിട്ട് അവർ 15 മിനിറ്റ് എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ലീഡർഷിപ്പിലുള്ള ഒരാൾ 10 മണിക്കത്തെ യോഗത്തിന് 10 മണിക്ക് വന്നാൽ അദ്ദേഹത്തെ ഒരു ലീഡറായിട്ട് ആരും അംഗീകരിക്കുകയില്ല. എത്ര നല്ല പ്രസംഗിയാണ്. കാരണം ഒരു മാതൃകയല്ല. ലീഡറായിട്ടുള്ള ഒരാളെ ഞാൻ വിചാരിക്കുന്നു ഒരു 9:45 പറഞ്ഞതുപോലെ, അത് അങ്ങ് ലേറ്റ് ആവണം, 9:30 ആകുമ്പോഴെങ്കിലും വരണം. വന്നാൽ നിങ്ങൾ മീറ്റിംഗ് കൂടുന്നതായിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ച് എല്ലാ ഓർഡറിലാണോ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. അദ്ദേഹവും ഭാര്യയും ആ മെയിൻ ഡോറിൻ്റെ അവിടെ നിൽക്കണം. വരുന്ന എല്ലാ സഹോദരന്മാർക്കും അദ്ദേഹം കൈ കൊടുക്കണം. മൂപ്പന്മാർ പലരും കാണുമല്ലോ, അവരെല്ലാവരെയും കറിയാൻ കൈ കൊടുക്കണം. എന്തുകൊണ്ട് സഹോദര വിശേഷം എന്നൊക്കെ ചോദിച്ച്, സഹോദരി എന്തുകൊണ്ട് വിശേഷം എന്ന് സഹോദരിയൊക്കെ ചോദിച്ച്, വിസിറ്റേഴ്സ് വന്നാൽ ഇവിടെ നിന്നാണ് വരുന്നത്, എന്തുകൊണ്ട് വിശേഷം, രക്ഷിക്ക് പ്രധാനപ്പെട്ട ആളാണോ, ഇന്ന് ഇവിടെ തിരുത്താഴ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കഴിഞ്ഞ ആഴ്ച സഭയിലായിരുന്നു, ഒക്കെ വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഒക്കെ വേണം. അതൊക്കെ ലീഡർഷിപ്പിൻ്റെ ജോലിയാണ്. അവരൊരു കള്ളാതെടുത്ത് ഞാൻ മത്തായിച്ചനാണ് ഇന്ന സഭയിൽ നിന്ന് വരുന്ന തിരുവത്താഴ്ച പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങോട്ട് പറയുന്ന നാണക്കേട്. അതേസമയം അദ്ദേഹം കയറി വരുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ സഭായോഗത്തിൽ സ്ഥിരമായി പോകുന്ന ആളല്ല, പല സഭകളിലും പലപ്പോഴും പോകും എന്ന ഒരു കാര്യം ഇന്നത്തെ തിരുവത്താഴ്ച പങ്കെടുക്കേണ്ട. കാരണം അങ്ങനെ ഒരു കച്ചടക്കം ഇല്ലല്ലോ, അന്നേരം വല്ലപ്പോഴും വലിയ പങ്കെടുക്കുന്നുള്ളൂ. അതെ, അങ്ങനെ ഇപ്പോൾ പറയാം അദ്ദേഹത്തോട് കാര്യങ്ങൾ. ഇപ്പം ഈ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ അച്ചടക്കം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് തിമോത്തിയോസ് പറഞ്ഞപ്പോൾ നീ സകലത്തിലും മാതൃകയായിരിക്കുന്നതാണ്. എന്തിലൊക്കെ മാതൃകയായിരിക്കാൻ പറഞ്ഞ്? ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും എന്നാ പറഞ്ഞത്. വാക്കിലും പ്രവൃത്തിയിലും, പ്രസംഗത്തിലുമാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളിലും മാതൃകയായിരിക്കണം. സകലവും ചന്തവും ഉചിതമായി ചെയ്യണമെന്ന് പറഞ്ഞു. ഉചിതമാണോ എന്ന് തീരുമാനിക്കുന്നത് വചനമാണ്, ചന്തമാണോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടുറപ്പാണ്. മനസ്സിലായോ? ഉചിതമായ വസ്ത്രം, സ്ത്രീകൾക്ക് യോഗ്യമായ വസ്ത്രം, അത് ബൈബിളാണ് തീരുമാനിക്കുന്നത്. അതേസമയം ചന്തമായാണ് നാടുകാരെ തീരുമാനിക്കുന്നത്. അമേരിക്കയിലെ സാരി എടുത്തുകൊണ്ട് ചെന്നാൽ ഭയങ്കര നാണക്കേടാണ്. അവർ ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ അല്ല വയറ് കാണിച്ചിട്ട് വരുന്നത്, അവിടെ വയറ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പീൽ ഫോർ സെക്സ് എന്നാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എല്ലാം വയറ് കാണിച്ചിട്ടാണ് അത് പെണ്ണുങ്ങൾ നടക്കുന്നത് പറയും. അവർ നമ്മൾ പറയും നിങ്ങളെല്ലാം വല്ല ഇതിന് അഡീഷൻ കാണിച്ചിട്ടാണ് നടക്കുന്നത് നമ്മൾ പറയും. അപ്പോൾ അവർക്ക് കാല് എന്ന് പറയുന്നത് ഗോവക്കാർക്ക് എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത് ഓരോ ഗോവയിൽ ഗോവക്കാർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ ഗോവക്കാർക്ക് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാൻ ഒക്കില്ല. കാരണം മാന്യം ഏതാണെന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴും മാന്യം എന്താണെന്നുള്ളത് അവരാ ചെയ്യും. ഇതും കാണിച്ചും കൂടി വയറെല്ലാം ഇവിടെ കാണിച്ചും കൊണ്ട് നടക്കാൻ ഒക്കില്ല, അതോട് വൃത്തിയാണ്. അപ്പം അങ്ങനെ ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ എന്താണ് ഉചിതമെന്നും മാന്യമെന്നും ഒക്കെ ഉള്ളത് ഉണ്ട്. ഇതൊക്കെ ഇതിനെല്ലാം മാതൃകയായിരിക്കണം ആര്? സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ. ഇന്നത്തെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ആവശ്യമുള്ളതും എന്നാൽ തീരെ ഇല്ലാത്തതുമായ ഒരു ഗുണമാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ. ഒട്ടുവളരെ കുടുംബ പരാജയങ്ങൾ, വിവാഹമോചനങ്ങൾ, വിദ്യാഭ്യാസ പരാജയങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, ശുശ്രൂഷയിൽ നിന്നുള്ള ഒളിച്ചോട്ടം, സഭാതലത്തിലുള്ള മുരടിക്കൽ, തൊഴിൽ നഷ്ടങ്ങൾ, ഇതിനെല്ലാം കാരണം ഈ അച്ചടക്കമില്ലായ്മയാണ്. അച്ചടക്കമുള്ള ആളുകൾക്ക് ഒരിക്കലും ജോലിയില്ലാതിരിക്കുകയില്ല. സെക്യൂർ അവരുടെ അടുത്ത് ജോലി ചെയ്യുന്നാൽ കറക്റ്റ് ടൈമിൽ എല്ലാം ജോലി ചെയ്യും,
അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യും. ഇവർക്കൂടെ ജോലി ഇല്ലാതിരിക്കും. പക്ഷെ അച്ചടക്കമില്ലാത്ത ആളുകൾ ഇനി എല്ലാം 2 ദിവസം നാളെ എനിക്ക് ഒരു അത്യാവശ്യമുണ്ട് സാറേ നാളെ എന്ന് അല്ലേ പറയില്ല, പറയാതെ അങ്ങ് ആബ്സെൻ്റ് ആകും. പിന്നെ അവർ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ അതൊരു കല്യാണത്തിന് പോയാൽ ഒരു കാര്യം നിങ്ങൾ കല്യാണത്തിന് തന്നെ പൊക്കും. ഒരു ദിവസത്തെ ശമ്പളം വെള്ളിയാഴ്ച ഒന്ന് വാങ്ങിട്ടേ നിങ്ങൾ കല്യാണങ്ങൾക്ക് തന്നെ കൂടിക്കോളാൻ പറയും. ജോലിക്കാർക്ക് നിങ്ങളുടെ കല്യാണമൊന്നുമില്ല, ഒരു 5 ദിവസം ജോലി ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ നന്നായിട്ട് ജോലി ചെയ്ത ആളാണെങ്കിൽ പിന്നെ മാനേജറൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പം വല്ലപ്പോഴും വർഷത്തിൽ 2 ദിവസമൊക്കെ അങ്ങനെയൊക്കെ തന്നേക്കും. അതെ. അപ്പോൾ ഈ വർഷങ്ങളായി പുലർത്തി വരുന്ന തോന്നിയതുപോലെയുള്ള ജീവിതശൈലി, അങ്ങനെയാണ് തോന്നിയതുപോലെയുള്ള ജീവിതശൈലി. കിടക്കാൻ സമയമില്ല, കൃത്യനിഷ്ഠതയില്ല. എഴുന്നേക്കാൻ കൃത്യനിഷ്ഠതയില്ല. ഉണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, സന്ധ്യയ്ക്കുമില്ല, രാവിലെയും ഇല്ല. എല്ലാവരും കൂടെ ഉണർന്നിട്ട് വേണ്ടി വരെ. ചില വീട്ടിൽ ചില പിള്ളേരൊക്കെ എത്ര 9-10 മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങുക. ഞങ്ങളുടെ ഒന്നും വീട്ടിലങ്ങനെ ആരും കിടന്നുറങ്ങാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. വീട്ടിലപ്പച്ചനുള്ള കാലത്ത് 5 മണിയാകുമ്പോൾ 5 മണിയാണ് ഞങ്ങൾ മക്കൾക്ക് ലേറ്റസ്റ്റ്. എനിക്ക് 3 മണിയായിരുന്നു അന്നും. ഞാൻ അപ്പച്ചൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പച്ചന് ഒരുപാട് സെക്രട്ടറിയിൽ ജോലി ചെയ്യാനുണ്ടായിരുന്നു. അപ്പച്ചൻ 10-100 സഭകളുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നുകൊണ്ട് അവിടെ ക്യാമ്പുകൾ, മീറ്റിങ്ങുകൾ, ആ മീറ്റിംഗ് ഇതിനെല്ലാം നോട്ടീസ് അയക്കണം, ഇതിനെല്ലാം എഴുത്തയക്കണം, എല്ലാം ഞാനപ്പച്ചൻ പറഞ്ഞു തരും, ഞാൻ എഴുതും. ഇപ്പം എനിക്ക് 3 മണിക്ക് എഴുന്നേക്കണം എങ്ങനെയായിരുന്നു എപ്പോൾ കിടന്നാലും. മറ്റുള്ളവർക്ക് 5 മണി വരെ. 5 മണി കുടുംബ പ്രാർത്ഥനയാണ്. അതിനപ്പുറത്തേക്ക് പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ അച്ചടക്കമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പം 5 മണിക്കൊക്കെ എഴുതാക്കാൻ പിള്ളേർക്ക് ഒക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവരെ ജോലിയൊക്കെ ലേറ്റ് നൈറ്റൊക്കെ ഇരുന്നായിരിക്കും ജോലി ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അവർക്ക് പ്രയാസമായിരിക്കും. അതൊക്കെ കണ്ടുപോകണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം. എങ്കിൽ ഈ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, തോന്നിയതുപോലെ ജീവിക്കുക. അതുപോലെ ധാർമ്മിക തലത്തിലുള്ള അച്ചടക്കമില്ലായ്മ നമ്മുടെ സമൂഹത്തെ ധാർമ്മിക അരാജകത്വത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. 1/2 നൂറ്റാണ്ട് മുൻപ് ശരിയോ തെറ്റോ എന്ന് നാം ചോദിച്ചു വന്ന പല കാര്യങ്ങളും ഇന്ന് പട്ടികയിലില്ല. ഇന്ന് ചോദിക്കുന്ന ഇന്ന് ധാർമ്മിക മൂല്യച്യുതി അതിൻ്റെ ഒരറ്റത്ത് എത്തിയതുകൊണ്ട് ഇന്നാരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. ഇൻ്റർനെറ്റിലെ തെറ്റായ പടങ്ങൾ കാണുന്നത് ശരിയാണോ തെറ്റെന്ന് ഒരിക്കലും ചോദിക്കുന്നില്ല. ക്യാമ്പുകളിൽ നിന്ന് പണ്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ചോദിക്കുമായിരുന്നു. മൂവിക്ക് പോകുന്നത് തെറ്റാണ്. ഇന്നൊന്നും ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇന്ന് ഒരു ക്യാമ്പിലെ ചോദ്യോത്തര വേളയിൽ ഒരു ചെറുക്കനും ഒരു പെണ്ണും മോറൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. അതെന്താന്ന് ചോദിച്ചാൽ മോറലി ദേ ആർ കാലസ്. ഇന്നത്തെ പിള്ളേരെ നോക്കിക്കുക, എന്തോരം അമിതഭാരവും പുണ്ണത്തലിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണ കാര്യത്തിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലെന്നുള്ളതാണ്. അതെ, നമ്മുടെ സഭകളിൽ എത്ര പിള്ളേർ IAS ഈ സിവിൽ സർവീസിലൊക്കെ പോകുന്നുണ്ട്? ആരും പോകുന്നില്ല. എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ ഈ പെട്ടെന്ന് ഇച്ചിരി കാശുണ്ടാക്കാവുന്ന പരിപാടികൾക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇച്ചിരി കാശുണ്ടാക്കാൻ ഈ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടുന്ന ജോലി എത്തുന്നത്. ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് വേറെ ഡിഗ്നിറ്റി അല്ലേ. അത് പെട്ടെന്ന് പണം ഉണ്ടാക്കാവുന്നൊരു ജോലിയല്ല. തെറ്റായി ജീവിക്കുന്നവർക്ക് പണം ഉണ്ടാക്കാൻ എവിടെയും അവസരമുണ്ട്. ധാർമ്മികമായി ജീവിക്കുന്നവർക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരമല്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൈസ സെറ്റ് ചെയ്യുന്നവരാണ് അവർ, ധാർമ്മികത സെറ്റ് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അതൊന്നും നമ്മുടെ പിള്ളേർ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ഡിസിപ്ലിൻ ഇല്ലെന്നുള്ളതാണ്. അതെ, വിജയം ഏത് ഫീൽഡിലായാലും അച്ചടക്കമുള്ളവരുടേതാണ്. അത് മതസംബന്ധമായാലും മതേതരമായാലും എവിടെയായാലും. ഒരു 3/4 നൂറ്റാണ്ട് മുമ്പാണ് മാർക്സിയം ലെനിനിസം ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്തെ കീഴടക്കി വാണു. അക്കാലത്ത് അവർക്കൊരു മാർക്സിയം ലെനിൻ അച്ചടക്കം ഉണ്ടായിരുന്നില്ലേ? അവർക്കുണ്ടായി. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ല അച്ചടക്കമുണ്ടോ? ഒരച്ചടക്കവും ഇല്ല. കമ്മ്യൂണിസം പോയി. കമ്മ്യൂണിസം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസം ശരിയല്ലത്തെ കമ്മ്യൂണിസം പോലും ആണെങ്കിൽ പോലും വിജയിച്ച് എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരുടേതായ ഒരു മൊറാലിറ്റി അച്ചടക്കം ഉണ്ടായിരുന്നു. ഇന്നത്തെ അവനതില്ല. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ഈ അച്ചടക്കമില്ല. അതുപോലെ തന്നെയാണ് ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ആകസ്മികമായ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടോ ഒളിമ്പിക്സിൽ?
ഈടാ അത് കണ്ടോണ്ടിരിക്കരുത്, എനിക്കൊന്ന് ഓടണം തോന്നി. ഞാൻ ചാടി ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി. ഒന്നാമത് ഞാനാ വന്നത്, എനിക്ക് ബഡല തന്നു. അതൊന്നും അവിടെ നടക്കില്ല. എന്തോ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ, എന്തൊരു തീവ്രമായ പരിശീലനം കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുന്നത്. എന്താ നമുക്കാർക്കും കിട്ടാത്തത്? ഇന്ത്യയിൽ 140 കോടി ആളുകളുണ്ട്. ഗോൾഡ് മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിലാണ് കിട്ടുന്നത്? വളരെ കുറച്ച് വിഷയങ്ങൾക്കേ ഉള്ളൂ. എന്താ ഈ ചില രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളാകും, അവരുടെ പോപ്പുലേഷൻ വളരെ ചുരുക്കമാണ്, 8-10 ഗോൾഡ് മെഡലാണ് അവരുടെ. അച്ചടക്കമാണ്. ദിസ് ഓൾ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇന്നെന്താ മൂടിമാരില്ലാത്തത്, ഇന്നെന്താ വില്യം കേറിമാരില്ലാത്തത്, ഹഡ്സൺ ലെറിയപ്സ് പോലുള്ള ആളുകളില്ലാത്തത്, ഇന്നെന്താ ജോൺ കാൽവിനെ പോലെയുള്ള ആളുകളില്ലാത്തത്, ഇന്നെന്താ വലിയ വലിയ ഡാർബിയെ പോലെയുള്ള ആളുകളില്ലാത്തത്, ജോർജ് മുള്ളറെ പോലെ ആളുകളില്ലാത്തത്? ദൈവം പ്രാർത്ഥനയൊക്കെ ദൈവത്തിൻ്റെ ശീലം മാറിയതുകൊണ്ടാണോ? അവരൊക്കെ അങ്ങനെ വന്നു. ഇന്നിപ്പോൾ വരുന്നില്ലല്ലോ. ഇന്നാരാ വരുന്നത്? ഇന്നൊരു ബില്ലിഗ്രാമില്ല, സ്പർജനില്ല, ആരുമില്ല. ഇന്നും പ്രസംഗിക്കുന്നവരുണ്ട്. കാരണം അവർക്കുണ്ടായിരുന്ന അച്ചടക്കം നമുക്കിരുന്നുള്ള. അതാണ് സിമ്പിൾ മാറ്റർ. അവർക്ക് അച്ചടക്കം ഉണ്ടായിരുന്നു, നമുക്ക് അച്ചടക്കം ഇല്ല. നമ്മളിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ജോൺ വെസ്ലിയൊക്കെ അവരെ പറ്റിയൊക്കെ പറയുന്നത്, എത്ര മണിക്കൂറുകളാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത്. ജോൺ വെസ്ലിക്ക് ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ പ്രസംഗിക്കണമെങ്കിൽ അന്ന് 3 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത് രാത്രി. അപ്പോൾ ജീവിതത്തിൻ്റെ സാധ്യതകളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ അച്ചടക്കം വഴിയേ സാധിക്കും. ഇപ്പം ജോൺ ബെനിയൻ തന്നെ ഉത്തമ ഉദാഹരണം. തണുത്ത് തുറഞ്ഞ ഇംഗ്ലണ്ടിൻ്റെ കോൺക്രീറ്റ് തറകൾ കിടന്നുകൊണ്ടാണ് ജോൺ ബെനിയൻ പിൽഗ്രിംസ് പ്രോഗ്രസ് ചെയ്തത്. നമ്മൾ തിന്നു കൊടുത്ത് എ സിയിലിരുന്നാൽ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. കഴിവുള്ള ഒത്തിരി ആളുകളുണ്ട്, ഒരു ട്രാക്റ്റ് പോലും ഇവർ എഴുതുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ കഴിവില്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല. നല്ല ആഗ്രഹങ്ങളുടെ ഉടമകളാണ് ഒട്ടുമിക്ക വരും. എന്നാൽ അവർക്കൊന്നും ആ ആഗ്രഹങ്ങളെ കയ്യിലൊതുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വപ്നം കണ്ടതുകൊണ്ട് വലിയവരാകില്ല കേട്ടോ. ആഗ്രഹങ്ങളെ പൂവണിയുവാനുള്ള അച്ചടക്കം വേണം. യുവാവായിരുന്ന ജോസഫിന് തൻ്റെ സ്വപ്നങ്ങളെ അത് യാഥാർത്ഥ്യവൽക്കുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം അവൻ അച്ചടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ അച്ചടക്കത്തെ ഒരിക്കലും താൻ കൈവിട്ടില്ല. തൻ്റെ ധാർമ്മിക ഡിസിപ്ലിനെ ഒരിക്കലും കൈവിട്ടില്ല. തൻ്റെ ഹാർഡ് വർക്കിനെ തന്നിട്ടില്ല. എവിടെ ചെന്നാലും താൻ അവിടെ ഫസ്റ്റാണ്. തടുവറയിൽ ചെന്നാലും, പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നാലും, എവിടെ ചെന്നാലും ഹി വാസ് എ ഡിസിപ്ലിൻ മാൻ. അപ്പോൾ അച്ചടക്കം കൂടാതെ ആർക്കും ഒക്കുകയില്ല പ്രിയമുള്ളവരെ. വിജയിയായ ഒരു പട്ടാളക്കാരനെ നോക്കൂ, എത്ര ചിട്ടയായ ഒരു ജീവിതമാണ്. റെജിമെൻറ്റഡ് ലൈഫ് എന്ന് പറയും അയാൾക്കുള്ളത്. എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഭക്ഷിക്കുന്നതും കുളിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്തേ മതിയാവും. ഒരു ദിവസം എഴുന്നേൽക്കുവാൻ തോന്നിയില്ല, യൂണിഫോം ധരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല, ഉദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യാൻ തോന്നിയില്ല, പരേഡിന് ഹാജരാകേണ്ട എന്ന് നിശ്ചയിച്ചു. എന്താ അവൻ്റെ ഭാവി എന്തായിരിക്കും? അവൻ്റെ ഭാവി എന്തായിരിക്കും? വികാരങ്ങളെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാതെ അച്ചടക്കം സാധിക്കുകയില്ല. വല്ലതും കഴിക്കണമെന്ന് തോന്നിയാൽ ഉടൻ കഴിക്കും, ഉറങ്ങണമെന്ന് തോന്നിയാൽ ഉടൻ ഉറങ്ങും, ലൈംഗിക വികാരം തോന്നിയാൽ ഉടൻ അതിൻ്റെ സംതൃപ്തിക്കായിട്ട് എന്തെങ്കിലും ചെയ്യും. ഇതാണോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ജീവിക്കുന്നവന് വല്ല ജീവിതത്തിൽ മെച്ചപ്പെടാൻ സാധിക്കുമോ? ഇല്ല. ഞാനൊരിക്കലും ഒളിമ്പിക്സ് ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. സ്വിമ്മിങ്ങിന് 6-7 ഗോൾഡ് വെള്ളത്തിൽ നിന്ന് വാരി വരുത്തുന്നതാണ്. അയാൾ പറഞ്ഞു, വർഷങ്ങളായിട്ട് എനിക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. തൻ്റെ ട്രെയിനറോട് ചോദിക്കും, ഞാൻ ഒരു ഐസ്ക്രീം, ഒരു സ്പൂണ്, ചെറിയ സ്മോക്കിരുന്നു പറഞ്ഞു. നിങ്ങൾ ട്രെയിനിങ് വിട്ടോളാൻ പറഞ്ഞു, ഒളിമ്പിക്സ് എന്ന ഡ്രീം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. കഴിക്കാനൊക്കെ ഇല്ല. നിങ്ങൾക്ക് വരുന്ന ഒരു 10 മില്ലിഗ്രാം വെയിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ സെക്കൻഡോ 3rd പൊസിഷനിലേക്കോ തള്ളിയെന്ന് വരും. ഇത് നോക്കില്ല. അത്ര സ്ട്രിക്റ്റായിട്ട്. ഇപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ്, നേഴ്സസ്, പാട്ട് പാടുന്നവർ, പിയാനിസ്റ്റുകൾ, പാസ്റ്റർമാർ, സെക്രട്ടറിമാർ, ഡീക്കന്മാർ, സ്ത്രീ ഡീക്കന്മാർ, സുഹൃത്തുക്കൾ, സുഹൃത്തിൻ്റെ ഭാര്യ, ഇങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇവിടെയൊക്കെ അച്ചടക്കമില്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? എന്തുകൊണ്ടല്ല പാസ്റ്റർമാരെ പറ്റി കഥ കേൾക്കുന്നത്?
ഇയാളില്ലായിരുന്നോ വലിയ പ്രശസ്തനായ ഒരു മനുഷ്യൻ? അദ്ദേഹത്തെ പേര് രവിശങ്കര. എവിടെയാള്? അതും എത്ര പേര്? രവിശങ്കര ഭയങ്കര സക്സസ് അല്ലായിരുന്നു. എന്താണ്? ഡിസിപ്ലിൻ ആയിരുന്നു, സെക്ഷുവൽ ഡിസിപ്ലിൻ ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ വിവാഹിതനാണ്, എൻ്റെ ഭാര്യയോട് 100% ലൈംഗിക വിശ്വസ്ത പുലർത്തണം, എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യാൻ ഒക്കില്ല. അത് അദ്ദേഹത്തിനില്ലായിരുന്നു. പിന്നെ എത്ര പ്രസംഗിച്ചാലും നാകാം, മുഴുവൻ പോയില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാസറ്റ്സ് പോലും വരും കേൾക്കില്ല, പോയി. അപ്പോൾ അങ്ങനെ ഒക്കില്ല നമുക്ക്, അങ്ങനെ നമുക്ക് ഒക്കില്ല. കർത്താവ് അച്ചടക്കത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? നിന്റെ കൈ നിനക്ക് അടച്ച വരുത്തുന്നെങ്കിൽ നീ വെട്ടിയെഴുതുന്നു, കണ്ണടച്ച വരുത്തുന്നെങ്കിൽ നീ അത് പിഴുതെറിയണം എന്നൊക്കെയല്ലേ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും നിന്റെ വിശപ്പോ നിന്റെ ദാഹമോ നിന്റെ നോട്ടമോ നിന്റെ കേൾവിയോ നിന്റെ ലൈംഗിക വികാരമോ ഒന്നും നിന്നെ അടിമപ്പെടുത്താൻ പാടില്ല. യു മസ്റ്റ് ബി എ സക്സസ്, യു മസ്റ്റ് കൺട്രോൾ എവരിതിങ് എന്നാ കർത്താവ് പറഞ്ഞത്. അതാണ് ഹോൾസം സക്സസ് എന്ന് പറയുന്നത്. പൗലോസിനെ പറ്റി എന്തെങ്കിലും അപവാദം ആരെങ്കിലും പറഞ്ഞോ? കർത്താവിനെ പറ്റി ലൈംഗികവാദം ആരെങ്കിലും പറഞ്ഞു? എന്ത് പെണ്ണുങ്ങൾ കർത്താവിനോട് യാത്ര ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. മിഷണറി സ്ത്രീകൾ പൗലോസിൻ്റെ ഉണ്ടായിരുന്നു. ഫിലിപ്പിലേനും വായിക്കുമ്പോൾ അറിയില്ല, അവിടെ 2 സ്ത്രീകൾ പറഞ്ഞത് എന്നോടുകൂടെ സുവിശേഷ കൂടുതൽ പോരാടിയ ആ സ്ത്രീകൾ. പൗലോസിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇല്ല. അത് അച്ചടക്കത്തിനെയാണ്. ദാറ്റ്സ് എ ഡിസിപ്ലിൻ. ഓൾവേസ് കീപ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഈ മൂഡ്സ് എന്ന് പറയുന്നതുണ്ടല്ലോ, മൂഡ്, ഭാവാവസ്ഥകൾ, നിരാശയും വിഷണ്ണതയും ആഹ്ലാദവും എല്ലാം മാറി മാറി വരുന്നതാണ്. അവയൊന്നും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കരുത്. മൂഡ് ഓഫ് ആയാലും മൂഡ് ഓഫ് ആയില്ലെങ്കിലും, കോപം വന്നാലും സന്തോഷം വന്നാലും അതൊന്നും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എന്ത് വില കൊടുത്തായാലും നാം നിയന്ത്രണം ഏറ്റെടുക്കണം. ഏലിയാവിനെ പോലെ ചുരച്ചിട്ട് വീഴ്പി കിടന്നാൽ ശരിയാവില്ല. ഏലിയാവ് നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്നല്ലേ ചോദിച്ചത്? വാട്ട് ബിസിനസ് യു ഹാവ് ഹിയർ? നീ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, നീ എന്തിനാ ചുരക്കിച്ച് കീഴ് വന്ന് കിടക്കുന്നു? പാടില്ല. ദൈവം അത് അനുവദിച്ചില്ല. അതെ, യോനെ പോലെ ഒരാവണക്കിൻ്റെ കീഴിൽ നിന്ന് ദൈവത്തോട് കോപിച്ചുകൊണ്ടിരിക്കുക. അവനൊന്നും ഡിസിപ്ലിനുള്ള ആളുകളായിരുന്നില്ലെന്നേ. അതുകൊണ്ടല്ലയോ പോയത്. തെറ്റി കപ്പൽ കയറിയതല്ലല്ലോ, കപ്പൽ മാറിപ്പോയതല്ലല്ലോ. അതെ. അപ്പോൾ ഭാവങ്ങളുടെ വേലിയേറ്റങ്ങൾ വെറുതെ ഉണ്ടാകാറില്ല. അതിന് പിന്നിൽ കാരണം കാണും. ആ കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കണം. ജീവിതത്തിൻ്റെ പാപമാണ് കാരണമെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. വികാരങ്ങളാണ് എങ്കിൽ നാം അതിനെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ അവ നമ്മെ കീഴ്പ്പെടുത്തും. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ അച്ചടക്കത്തെക്കുറിച്ചാണ് ഏറെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായത് നാവിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് പൗലോസ് യാക്കോബ് പറഞ്ഞു, നാവിൽ വാക്കിൽ തെറ്റാത്തവൻ തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ്. ഒരിക്കലും ഒരാളോടും സോറി എന്ന് പറയാനിടയായിട്ടില്ലാത്തൊരു മനുഷ്യൻ, പറയാത്ത മനുഷ്യനല്ല, പറയാത്ത ഒരുപാട് പേരുണ്ട്, പറയാൻ ആവശ്യമില്ലാത്തൊരു മനുഷ്യൻ, അതൊരു വലിയ മനുഷ്യനാണ്, വലിയ മനുഷ്യൻ. കാരണം വായി വരുന്ന എന്തോന്നും പറയില്ല, തൂക്കി അളന്ന് ഒക്കെ തമാശയൊക്കെ പറയാൻ കുഴപ്പമില്ല. ആരെയും ഹത്യ ചെയ്യുന്ന തമാശ പറയരുത്, ആരെയും കൊച്ചാക്കുന്ന തമാശ പറയരുത്, ആളെ രസിപ്പിക്കുന്ന തമാശ പറയാം, മോറലി റൈറ്റ് ജോക്സൊക്കെ പറയാൻ കുഴപ്പമില്ല. പക്ഷെ നാവിൽ തെറ്റിപ്പോകരുത്, ഒരിക്കലും തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും, അതിലപ്പുറമോ ഇപ്പുറമോ വരാൻ പാടില്ല. എന്തോ ഒരാളുകളാ പറഞ്ഞാൽ യാതൊരില്ല, ബ്രദർ അങ്ങോട്ട് നടന്ന് ഞാൻ പുറകെ ഉണ്ടെന്ന് പറയാം. 6 മാസം കഴിഞ്ഞ് കാണുകയില്ല, പുറകെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ്. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അന്നന്ന് അവരവരുടെ ഹോംവർക്ക് ചെയ്യാത്ത ആളുകൾ. കർത്താവ് 10 കൽപ്പന കൊടുത്തപ്പോൾ ഒരു കൽപ്പന പറഞ്ഞത് എന്താ? നീ 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെയും തീർത്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണമെന്ന്. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം എന്നുള്ളതല്ല കൽപ്പനയുടെ പ്രധാന ഭാഗം. 6 ദിവസം കൊണ്ട് വേല തീർക്കണം എന്നുള്ളതാണ്. എങ്കിലും നിനക്ക് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാൻ അനുവാദമുള്ളൂ. ഈ 6-ാം ദിവസത്തിന് 6 ദിവസം ജീവിച്ചപ്പോൾ 4 ദിവസത്തെ പോലും പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നീ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുന്നത്?
നീ സ്വസ്ഥമായിരുന്നതിന് മനസ്സാട്ടി നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ജോലിയൊന്നും ചെയ്തില്ല, ഒന്നും തീർന്നില്ല, ഈ ആഴ്ച ഭയങ്കരമായിരുന്നു. നിനക്ക് സ്വസ്ഥതയില്ല. അതല്ല ശാബത്ത് എന്ന് പറയുന്നത്. ശാബത്ത് എന്ന് പറയുന്നത് ഫിനിഷ് യുവർ ജോബ്. ശനിയാഴ്ച വൈകിട്ട് യഹൂദനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 5:59 ആകുമ്പോൾ അവനെല്ലാം അവൻ്റെ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് ആയുധപ്പനി വെച്ച് എല്ലാം വെച്ചിട്ട് അവൻ ആകാശത്ത് നോക്കി പറയും, കർത്താവേ, എനിക്കിനിയും ഈ ആഴ്ചത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ടുമോറോ ഈസ് എ ഡേ ഓഫ് റെസ്റ്റ് ആൻഡ് വർഷിപ്പ്. നമ്മളെങ്ങനെയാണോ ഇവിടെ പിള്ളേരൊക്കെ നോക്കി പഠിക്കുന്നത്? പരീക്ഷയുടെ ദിവസമില്ലായിരുന്നു പഠിക്കുന്നത് അല്ലേ? എന്ത് ചെയ്യുമ്പോൾ പരീക്ഷയുടെ ദിവസം പഠിക്കുന്നത്? കെനിയക്കാരെ എനിക്കിഷ്ടം എന്തെന്നറിയോ? അവരെ പരീക്ഷ ഫൈനൽ എക്സാം തുടങ്ങി, ഏതിനായാലും SLC ആയാലും MA ആയാലും BA ആയാലും പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് അവരെ എല്ലാവരും സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടെ പിക്നിക്കിന് പോകും. എന്നിട്ട് അവർ പരീക്ഷയുടെ തലേദിവസം തിരിച്ചു വരുന്നത്. എന്നിട്ട് അവർ പരീക്ഷ എല്ലാം പിടിക്കണ്ട. അവർ പറയുന്നത് നേരത്തെ പഠിച്ച് തലയിൽ സ്റ്റോർ ചെയ്തത് മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാനെന്ന് കൊണ്ട് സാധിക്കും. തലേദിവസം രാത്രി ഇരുന്ന് പഠിച്ചെഴുതുന്നൊന്നും ശരിക്കും എഴുതാൻ ഒക്കില്ല. കുറച്ചൊക്കെ എഴുതി വെച്ച് കുറച്ചൊക്കെ എഴുതിയിരുന്നത് അങ്ങനെ അല്ല എഴുതണ്ടെന്ന് അവർ പറയുന്നത്. സോ യു ഫിനിഷ് യുവർ സ്റ്റഡീസ് എ വീക്ക് ബാക്ക്. ഇവിടെയൊക്കെ വരുന്ന കെനിയക്കാരും അവർക്ക് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ പോകുന്നത്. അവർക്ക് ഡിസിപ്ലിൻ ഉണ്ട്. നമുക്ക് ആ ഡിസിപ്ലിൻ നമ്മുടെ പിള്ളേർക്കില്ല. നമ്മുടെ പിള്ളേർ സമരവും കളിച്ച് രാഷ്ട്രീയവും കളിച്ച് എല്ലാം നടക്കും. എന്നിട്ട് പരീക്ഷയുടെ ഒരാഴ്ച വരുമ്പോൾ അല്ല, പരീക്ഷ നീട്ടി വെപ്പിക്കാനുള്ള ശ്രമമാണ്. അത് നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. പരീക്ഷ എങ്ങനെയും ഒന്ന് നീട്ടി, എന്തൊരാശ്വാസം, പരീക്ഷ നീട്ടി വെച്ചു. സമരം, പരീക്ഷ നീട്ടി വെക്കുക, അതൊന്നും അച്ചടക്കമല്ല. അത് അച്ചടക്കമല്ല. സാമ്പത്തിക വിഷയത്തിൽ പലർക്കും അച്ചടക്കമില്ല, തീരെയില്ല. പണമില്ലാതെ ജീവിക്കാൻ ഒക്കുമോ? പണത്തിന് വേണ്ടി ജീവിക്കരുത്, പക്ഷെ പണമില്ലാതെയും ജീവിക്കാൻ ഒക്കില്ല. അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യത്തിന് പണം ഉണ്ടാക്കണം. പണത്തിന് വേണ്ടി ജീവിക്കരുത്, പണത്തെ സ്നേഹിക്കരുത്, പക്ഷേ പണമില്ലാതെ ജീവിക്കാൻ ഒക്കില്ല. ഒരു വിധയാണെങ്കിൽ 2 കാശ് ഇട്ടപ്പോൾ 2 കാശ് ഉണ്ടായിട്ടല്ല ഇട്ടത്, ഇല്ലേ? അവൾക്ക് കൊടുക്കാൻ 2 കാശ് ഉള്ളത് കൊണ്ടാണ് ഇട്ടത്. അവളുള്ളത് മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ് കർത്താവ് കോംപ്ലിമെൻ്റ് ചെയ്തത്. അതെ. അപ്പോൾ സമ്പത്തിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഡിസിപ്ലിൻഡ് ആണോ എന്ന് നോക്കണമെങ്കിൽ വാസ്തവത്തിൽ ശരിക്കും അവൻ്റെ സാമ്പത്തികം നോക്കിയാൽ മതി. സാമ്പത്തിക അച്ചടക്കത്തിൽ എന്താ ഉള്ളത്? ഒന്ന്, ധനസമ്പാദനം. സത്യസന്ധമായി അധ്വാനിച്ച് എത്തിക്കലായി ധാർമ്മികമായി പണമുണ്ടാക്കണം. അതാണ്. യാതൊരു വിധമായ കള്ളവും യാതൊരു വിധമായ ചതിയും വഞ്ചനയും പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. അധ്വാനിച്ച് സത്യസന്ധമായ അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കണം. പണത്തിൻ്റെ സ്വാധീനത്തിൽ ഒരിക്കലും നാം പെടരുത്. അവിടുന്ന് കയറാൻ ഒക്കുകയില്ല. അത് താഴേക്ക് നമ്മെ ചുഴറ്റി കറക്കി താഴ്ത്തുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം പണം ഉണ്ടാക്കുക. ഉപ്പുവെള്ളം കുടിക്കുന്നവൻ വീണ്ടും വീണ്ടും കുടിക്കും എന്ന് പറയുന്നത് പോലെയാണ്. പണസമ്പാദനത്തിൽ തുടങ്ങിയാൽ പിന്നെ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് പോകും. അങ്ങനെ നമ്മുടെ എൻ്റെ ചില സഹോദരന്മാരുണ്ട്, ഒത്തിരി കാശുണ്ടാക്കിയവരാ. എന്തിനാ അവരത്രയും കാശുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് കാശ് വേണം, വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ സത്യസന്ധമായ മാർഗത്തിൽ കൂടെ വേണം ഉണ്ടാക്കാൻ. അതുപോലെ തന്നെയാണ് ധനത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ചുള്ള അച്ചടക്കം. ധനമെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. പാഴാക്കുവാനോ കൂട്ടി വയ്ക്കുവാനോ ഉള്ളതല്ല പണം. പണമെന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത്രയും യാതൊരു സ്മെല്ലും ഇല്ലല്ലോ. 500 രൂപ നോട്ട് മണപ്പിച്ച് നോക്കി, വല്ല സ്മെല്ലുണ്ടോ? ഒന്ന് നക്കി നോക്കിയേ, വല്ല ടേസ്റ്റ് ഉണ്ടോ? നിങ്ങളൊരു കാപ്പിക്കകത്ത് കുറച്ച് മുക്കി വെച്ചിട്ട് കാപ്പി കുടിച്ച് നോക്കി, വല്ല മധുരം ഉണ്ടോ? ഈ പണമെന്ന് പറഞ്ഞ സാധനത്തിന് ഒറ്റ ഉപയോഗമുള്ളൂ. എന്താണെന്നറിയാമോ? ചിലവാക്കുക. അത് ചിലവാക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രയോജനം. നിങ്ങൾ അതുകൊണ്ടൊരു കടയിൽ കയറി ഐസ്ക്രീം കൊണ്ട് മാറ്റി കഴിച്ച് എന്ത് മധുരം, ആ കാശിൻ്റെ പോക്കറ്റിൽ കിടന്നാൽ മതിരിക്കുമോ? ഇല്ല. അപ്പം ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കണം. കൂട്ടിവെക്കരുത്. നാളത്തെ അറിയപ്പെടുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെക്കുന്നത് തെറ്റല്ല. അല്ല, ഇന്നത്തെ അറിയപ്പെടുന്ന ആവശ്യങ്ങൾ അധികം നാളത്തെ അറിയപ്പെടുന്ന ആവശ്യങ്ങൾ, അത് മാത്രം നമുക്ക് വേണ്ടത്. അത് കൂടുതലൊന്നും വേണ്ട. ഇന്നത്തെ ആവശ്യങ്ങളുണ്ട്, നാളത്തെ അറിയപ്പെടുന്ന ആവശ്യങ്ങളുണ്ട്.
പിന്നെ ചിലർ പറയും ഇനിയും വന്നു ചേരാവുന്ന എന്തെങ്കിലും എമർജൻസി അപ്രതീക്ഷിതമായി വന്നാലുള്ള ആവശ്യങ്ങൾ. ഈ മിക്കവാറും ആളുകൾ കൂട്ടിവെക്കുന്നത് വരുവാനിടയില്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ വേണ്ട. ഉള്ളത് കൊണ്ട് ഓണമായി ഉണ്ണണമെന്നൊരു ചൊല്ലുണ്ടല്ലോ. ഈ ചൊല്ലിനെ ശരിയായും തെറ്റായും മനസ്സിലാക്കാം. വരവ് കുറവാണെങ്കിലും ഉള്ളത് ശ്രദ്ധയോടെ ഭംഗിയായി ഉപയോഗിച്ചാൽ കാര്യങ്ങൾ നടത്താം. ഉള്ളത് കൊണ്ട് ഓണമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നവരാണ്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ അതല്ല, ഉള്ളത് അടിപൊളിയായിട്ട് ജീവിക്കണം, ഉള്ളതെല്ലാം ചിലവാക്കി കാണാൻ പറ്റും, ഓണം ഉണ്ണണം. ആ നിലയിലാണ് പലരും അതിനെടുക്കുന്നത്. അങ്ങനെയല്ല, ഉള്ളത് വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ധനത്തിൻ്റെ മിച്ചം വയ്ക്കൽ കേട്ടോ, ആ ഡിസിപ്ലിൻ്റെ. കർത്താവ് പറഞ്ഞു ഉറുമ്പിനെ നോക്കി ഒരു പാഠം പഠിക്കാൻ പറഞ്ഞു. എന്താ അതിൻ്റെ പാഠം? ഉറുമ്പ് വേനൽക്കാലത്ത് ആഹാരം തീറ്റി സംഭരിച്ച് വെക്കുന്നു. മറ്റാത്ത രാജ്യങ്ങളിൽ മഞ്ഞ് വീണാൽ പിന്നെ പുറത്തിറങ്ങാനൊക്കില്ല. നമ്മുടെ രാജ്യത്ത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പിനെ ഒന്നും വെളുക്കാണില്ല. ഉറുമ്പെല്ലാം മാളങ്ങളിലാണ്. അവിടെ ഇരുന്നാൽ ആ മാളം പൊളിച്ച് നോക്കി അവിടെ എല്ലാം അരിയും ഗോതമ്പും അത് ഇതെല്ലാം അവിടെയുണ്ട്. കർത്താവ് അതിനെ നോക്കി പോകണിക്കാൻ പറഞ്ഞു. നിനക്ക് പണം ഉണ്ടാക്കാൻ അവസരം കിട്ടുന്നതായിരിക്കുന്ന കാര്യമുണ്ട്. ആ സമയത്ത് ഈ പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ അവസരം ഇല്ലാത്ത സമയത്ത് നീ ഉണ്ടാക്കി പണമെടുത്ത് ചിലവാക്കണം. അതെ, ഉപദേശിമാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക എന്താണെന്ന് ചോദിച്ചാൽ, കാശ് എവിടെ നിന്നെങ്കിലും കിട്ടിയ അടിപൊളിച്ച് അങ്ങ് തീർക്കും. എന്നിട്ട് പിന്നെ കർത്താവിന് പറ്റിയൊക്കെ നോക്കിക്കേ, തരണേ. കർത്താവ് നിനക്കേ തന്നതല്ല. എൻ്റെ കർത്താവ് ഇത് എത്ര കാലം കൊണ്ട് വെച്ചിട്ട് കാശ് കിട്ടിയത്? നിനക്കറിയാം നിനക്ക് എത്ര കാലം കൊണ്ട് ഇച്ചിരി കാശേ കിട്ടുമെന്ന്. അപ്പം നീ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? വളരെ സൂക്ഷ്മത വേണ്ടേ? അപ്പോൾ പിന്നെ എത്രത്തോളം മിച്ചം വെക്കണം, എന്തിനു വേണ്ടി മിച്ചം വെക്കണം, ഇതൊക്കെ അതിപ്രധാന ചോദ്യങ്ങളാണ്. ഇന്നൊന്നും ചിലവാക്കാതെ നാളത്തേക്കെല്ലാം സ്വരൂപിച്ച് വെക്കുന്നത് ഭോഷന്മാരാണ്. കാരണം നാളെ നീ ഉണ്ടോയെന്ന് പോലും നിനക്കറിയില്ല. അതുപോലെയാണ് ധനത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാതെ അക്കൗണ്ടിങ് ഓഫ് മണി. അതാ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. എന്ത് കിട്ടി, എന്ത് ചിലവഴിച്ചു, എന്ത് മിച്ചം വെച്ചു, അതെവിടെയൊക്കെയാണ്. ഓരോന്നിനും വ്യക്തമായ വൗച്ചറും രസീതും ആവശ്യമാണ്. അതുപോലെ ഓഡിറ്റ് ചെയ്യണം. സഭകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഒരുപാട് സഭകൾക്ക് യാതൊരു അച്ചടക്കവും ഇല്ല, ഫൈനാൻഷ്യൽ അച്ചടക്കമില്ലാത്ത സഭകളുണ്ട്. അവർ അക്കൗണ്ട്സ് ബുക്ക് എടുത്ത് നോക്കി, യാതൊന്നിനും വൗച്ചറില്ല. ചുമ്മാ എഴുതി വെക്കും, അരി വാങ്ങിച്ച് ഒരു ചാക്ക് 3000 രൂപ വൗച്ചർ വാങ്ങിച്ച തെളിവ്. 3000 രൂപ കൊടുത്തുകൊണ്ട് തെളിവ്. ഞാൻ വിശ്വാസത്തെ അംഗീകരിക്കണം, നീ എഴുതി തരില്ല അല്ലേ? അവിടെ കടയിൽ നിന്ന് വൗച്ചർ വാങ്ങിച്ചിട്ട് വരണം. പച്ചക്കറി കടയിൽ നിന്നാണെങ്കിലും ഒരു വെള്ളക്കടലാസിൽ അവർ ഒരു വൗച്ചർ എഴുതി തരും. അതെങ്കിലും കൊണ്ടുവെക്കണം. അതുമല്ല ആർക്കെങ്കിലും കാശ് തന്നാൽ, ഞാൻ പോകുമ്പോൾ നിങ്ങൾ എനിക്ക് 250 രൂപ വന്നു കഴിഞ്ഞാൽ എബ്രഹാം തോമസ് വരെ ഈ വൗച്ചറിൽ ഒപ്പിടണമെന്ന് പറയണം. അതെ, ഡിസ്പേഴ്സ്മെൻറ്റ് വൗച്ചറിൽ എബ്രഹാം തോമസ് 250 രൂപ ഓണറേറിയം ഞാനോട് റിസീവ്ഡ്, താങ്ക്സ്. ഗവൺമെൻറ് നാളെ ഓഡിറ്റ് നിങ്ങളുടെ അക്കൗണ്ട്സ് വിളിച്ചാലേ നിങ്ങൾ ചുമ്മാ കുറച്ച് കുറിപ്പടിയും എടുത്ത് കുടിച്ചെന്ന ഗവൺമെൻറ് അത് നോക്കിയിട്ട് നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. യാതൊരു അച്ചടക്കവും ഇല്ലാത്ത സഭകളാണ്. ഒന്നിനും വൗച്ചറുമില്ല, ഒന്നിനും കണക്കുമില്ല. കാശ് എതിരിടൊന്നും അറിയില്ല, എവിടെ പോയെന്നും അറിയില്ല. നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ പേരല്ലേ. കണക്കെഴുതുന്ന വെച്ചാൽ വിശ്വാസം നഷ്ടപ്പെടുമോ? കണക്ക് ശരിക്കെഴുതിയാൽ വിശ്വാസം കൂടുതലേ ഉള്ളൂ. ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. കണക്കെഴുതിയാൽ വിശ്വാസം കൂടും. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ ഞാൻ അപ്പച്ചന് പഴയ കണക്ക് ബുക്ക് എഴുതി. 50 കൊല്ലം മുതലുള്ള അപ്പച്ചന് മുഴുവൻ കണക്കും വേലക്കാർക്ക് കൊടുത്ത കൂലിയും വണ്ടിക്കൂലിക്ക് ഉപയോഗിച്ചതും ചായ കുടിച്ചതും എല്ലാം അക്കൗണ്ട് ബുക്കിലുണ്ട് മുഴുവൻ. അപ്പച്ചൻ എവിടുന്ന് പണം കിട്ടിയെന്നും അപ്പച്ചൻ എന്തിനാ പണം ഉപയോഗിച്ചെന്നും ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് ഈ കഴിഞ്ഞ 50 കൊല്ലത്തെ അപ്പച്ചൻ എന്താ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കണക്കെഴുതണം. കാശില്ലെന്ന് പറയും. ഭാര്യമാർ ചോദിക്കുക എവിടെ പോയി? ഞാൻ തിന്നില്ല, ഞാൻ കുടിച്ചില്ല. പിന്നെ എങ്ങനെ പോയി? കണക്കെഴുതാത്തവർക്ക് ഇതെവിടെ പോയെന്ന് അറിയില്ല. ഈ കാശെന്ന് പറയുന്നതിന് 2 ചിറകുണ്ട്, അതും പറന്നു പോവും. എങ്ങോട്ടാ പോയത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് കണക്കൊക്കെ നന്നായിട്ട് എഴുതണം. അതെ,
ഇപ്പം നന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും അവരെല്ലാവരും ഈ ഡിസിപ്ലിൻ പഠിപ്പിക്കണം. അത് എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. എൻ്റെ അപ്പച്ചനെ പറ്റി ഒരുപാട് കാര്യം പറയാം. എൻ്റെ അപ്പച്ചൻ ഒരു ദൈവദൂതനൊന്നും അല്ലായിരുന്നു, വെറും മനുഷ്യനായിരുന്നു കേട്ടോ. നല്ല കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പച്ചനെ 1 കിലോ പഞ്ചസാര വാങ്ങിക്കാനോ തന്നാൽ ചിലപ്പോൾ 10 രൂപ, അന്നത്തെ കാലത്ത് 10 രൂപ ആണ്. ഞാൻ 9 രൂപ 99 പൈസയാണെങ്കിൽ അപ്പച്ചനോട് 10 രൂപ എന്ന് പറഞ്ഞു നോക്കില്ല, ഒരു പൈസ തിരിച്ചു കൊടുക്കണം. അല്ല അപ്പം എന്തിയാ ഒരു പൈസ എന്തി? ഇവിടെ കണക്കെന്ന് പറഞ്ഞാൽ കണക്കായിരിക്കണം. അത് കൊടുത്തേ അപ്പച്ചനുണ്ടാവും. തന്നിട്ട് പറയും നീ എടുത്തോളം പറയുന്നത്. കണക്കായിരിക്കണം. അങ്ങനെയാണോ? അപ്പച്ചൻ പറയും, അപ്പച്ചൻ ഒരുപാട് സൂചിമാരെയും ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള ഇവന്മാരെ പോലെ വിശ്വസ്തയില്ലാത്തത്. ഒരു ആവശ്യത്തിന് 1000 രൂപ കൊണ്ട് കൊടുത്താൽ അവർ 500-600 ചിലവാക്കും. ബാക്കി കാശ് എവിടെയെന്ന് ചോദിച്ചാൽ അതൊക്കെ കർത്താവിൻ്റെ കാശല്ലേ സഹോദര. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കർത്താവിൻ്റെ കാശ് എന്തിയെന്നാണ് ചോദിക്കുന്നത്. ഉപദേശിമാർ കട്ടുപോരും കേട്ടോ. എൻ്റെ അപ്പച്ചനെ മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൽ 10-100 സഭകളുടെ ഒരു സ്വഭാവമുണ്ട്. 10, 100, 10, 60, 70, 80 സഭകളൊക്കെ വരും. ഒത്തിരി ആളുകൾ വരും. അന്ന് കാശ് ഒരുപാട് സ്തോത്രാഴ്ച കിട്ടും. അപ്പോൾ സ്തോത്രാഴ്ചയെല്ലാം അന്ന് ഈ സഞ്ചിക്കകത്തല്ല, വലിയ പ്ലേറ്റിൻ്റെ അകത്താണ് സ്തോത്രാഴ്ച കാണുക. എന്നിട്ട് ഇതെല്ലാം മേശയടിക്ക് വെച്ച് ഒരു പാത്രത്തിൽ മാത്രം മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ ഇങ്ങനെ നോക്കിയപ്പം മേശയ്ക്ക് ചുറ്റും 5 ഉപദേശിമാരിപ്പുണ്ട്. ഉപദേശിമാരെല്ലാം കയ്യെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ല. അപ്പച്ചൊരു സിപ്പുള്ള ബാഗ് വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ച തുടങ്ങി വരുന്ന പണമെല്ലാം ബാഗിലോട്ട് ഇട്ടിട്ട് ബാഗോട് മേശപ്പുറത്ത് വെച്ചു. ഉപദേശി പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ലെന്ന് പറഞ്ഞു. തുറന്നു വെച്ച് പ്രാർത്ഥിച്ച് വെക്കുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു എന്നിട്ട് വേണം നിനക്കൊക്കെ മോഷ്ടിക്കാനല്ലേ, അത് കർത്താവിൻ്റെ പണമാണ്, ഞങ്ങൾക്ക് മോഷ്ടിക്കുന്നവർക്ക് കുഴപ്പമില്ല, യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കുന്നവർക്ക് അതിൽ നിന്ന് ഭൂരിപരം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപദേശന്മാരൊക്കെ തട്ടിപ്പുകാരാണ്. നമ്മുടെ ഉപദേശകർ അങ്ങനെയല്ല. കാരണം നമ്മൾ അങ്ങനെ അല്ലല്ലോ സ്തോത്രാഴ്ച പാത്രം വെക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയെങ്കിലും അറിയത്തുള്ളൂ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇല്ല, നമ്മുടെ സഹോദരന്മാരൊക്കെ നല്ല സഹോദരന്മാരാണ്. അവർക്ക് ദിവ്യാഗ്രഹമേ ഇല്ല, കൊടുത്താൽ പോലും വാങ്ങിക്കില്ല. അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഇതെല്ലാം നല്ല ഡിസിപ്ലിൻ വേണമെന്ന് ഞാൻ പറയുന്നത്. അച്ഛനൊക്കെ വന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, എപ്പോഴാണ് അധികാരത്തോടെ മറുതലിക്കുന്നത് എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും മൊർദെഖായും ഒക്കെ മറുതലിച്ച ആളുകളാണ് അധികാരത്തോടല്ലേ. അവരുടെ മറുതലിപ്പിനെ ദൈവം അംഗീകരിച്ചു. അപ്പോൾ അധികാരത്തോടെ മറുതലിക്കാം, പക്ഷേ എപ്പോൾ, എങ്ങനെ എന്നുള്ള ചോദ്യം ബൈബിളിൻ്റെ മാതൃകയുണ്ട്. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം അധികാരികൾ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ധിക്കരിക്കാം. അവരോടൊക്കെ പറഞ്ഞതാണ് വിഗ്രഹങ്ങളെ വീണ് നമസ്കരിക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞാൽ സാധിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ തീയിലിട്ടാലും സാധിക്കില്ല, തിന്നത്തിനെടുത്താലും സാധിക്കില്ല, കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞു. എനിക്ക് ശത്രുക്ക് മേശക്കൊക്കെ പറഞ്ഞത്, ഓ രാജാവേ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ആവശ്യമേ എന്ന് പറഞ്ഞു. യു ഡോണ്ട് ഡിസേർവ് ആൻ ആൻസർ എന്ന് പറഞ്ഞു. അതെ, മറുതലിക്കേണ്ട അടുത്ത് മറുതലിക്കാം, എല്ലായിടത്തും മറുതലിക്കരുത്. ഹാബിച്വൽ റിബല്യൻ ഈസ് the cancer of human character. Habitual rebellion is the cancer of human character. മനുഷ്യ സ്വഭാവത്തിൻ്റെ ക്യാൻസറാണ് ഈ സ്വാഭാവികമായുള്ള റിബല്യൻ എന്ന് പറയുന്നത്. അതെ, എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അധികാരത്തിനോ ദുരുപയോഗം ചെയ്ത അധികാരത്തിനോ എതിരായ ബോധപൂർവ്വമുള്ളതും കണക്ക് കൂട്ടിയതും ആസൂത്രിതവുമായ മറുതലിപ്പ് ശക്തിയുടെ അടയാളമാണ്. കോൺഷ്യസ്, കാൽക്കുലേറ്റഡ് ആൻഡ് കാലിബ്രേറ്റഡ് റിബല്യൻ against abused authority or misused authority is a sign of strength. അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതെ, എൻ്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവം ഞാനിപ്പോഴും ഓർക്കുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രധാനക്കാരായിരുന്നു അപ്പച്ചനൊക്കെ വിഗ്രഹാരാധനയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങി. അപ്പച്ചനെ പത്തനംതിട്ട ടീച്ചറായിരുന്നു. അവിടെ രാജൻസ് ടെക്സ്റ്റൈൽസ്, അന്നത്തെ കാലത്ത്, അപ്പോൾ ഇന്നത്തേക്ക് 10-70 കൊല്ലം മുമ്പത്തേക്ക് കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. 70 കൊല്ലം 75 കൊല്ലം മുമ്പത്തെ കാര്യമായി പറയുന്നത്. അന്ന് ഈ കലണ്ടറൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇന്നത്തെ പോലെ മനോരമ കലണ്ടറൊന്നും വാങ്ങാനൊന്നുമില്ല. അന്നിപ്പോൾ പഞ്ചാംഗം എന്ന് പറഞ്ഞ സാധനം മാത്രമേ
ഉള്ളൂ. അപ്പോൾ രാജൻ ടെക്സ്റ്റൈൽസ് അപ്പച്ചൊരു നല്ല കളർ കൊടുത്തു. അത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ തിരുഹൃദയം ഉള്ളതായിരിക്കുന്ന പടം കൊടുത്തു. അപ്പച്ചൻ അത് കൊണ്ട് ഞങ്ങൾ ലിവിങ് റൂമിൽ ഇട്ടു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇതെന്തോ അപ്പച്ചാന്ന് ചോദിച്ചു. കലണ്ടറാ മോനെ എന്ന് പറഞ്ഞു. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇവിടുന്ന് കിട്ടി. അപ്പച്ചാ ഞങ്ങളെ വിഗ്രഹാരാധനക്കെതിരെ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. ഉണ്ട്. ഇത് പിന്നെ എന്തിനായിട്ടെന്ന് ചോദിച്ചു. അതവിടെ കിടന്നോളൂ, നീ നോക്കണ്ട അതോടെ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് നേരെ അങ്ങോട്ട് മാർച്ച് ചെയ്ത് അങ്ങോട്ട് ചെന്നിട്ട് ഇതെടുത്തിട്ട് 15 രൂപ കഷ്ണമായിട്ട് ഞാൻ പറഞ്ഞ ഏതപ്പനായാലും ആരായാലും ഇവിടെ വിഗ്രഹത്തിന് പടപെടും. എനിക്കതൊരു 5-8 വയസ്സേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. അന്ന് നിന്നു. കാരണം അപ്പച്ചൻ തെറ്റും ഞാൻ ശരിയാണെന്ന് എനിക്കറിയാം. അപ്പച്ചനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച് അപ്പച്ചൻ 5 അടിയിലും തരുമെന്ന്. അപ്പച്ചനൊന്നും പറഞ്ഞില്ല. കാരണം അപ്പച്ചന് പറയാനുള്ള മോറൽ റൈറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ എവിടെയായാലും അങ്ങനെ സത്യത്തിന് വേണ്ടി നിൽക്കണം. കണ്ടതില്ല നിൽക്കരുത്. എവിടെയും കയറി ഇൻകിലാബ് സ്വന്തമായിട്ട് നിൽക്കരുത്. സത്യത്തിനും നീതിക്ക് വേണ്ടി നിൽക്കണം. എൻ്റെ അപ്പച്ചൻ അന്ന് ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. ആ പടം ഇടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ അങ്ങനെ പടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിഗ്രഹങ്ങളാണെന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ പടം കൊണ്ട് അത് സമ്മതിക്കില്ല. അതൊരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പോൾ അച്ചടക്കം വേണം. പിന്നെ ഈ അച്ചടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ചടക്കത്തിൻ്റെ അപകടത്തെക്കുറിച്ച് ഞാൻ പറയാം. അതാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഈ അച്ചടക്കം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആൻറ്റിബയോട്ടിക്സാണ്. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് അനിവാര്യവും പ്രയോജനമാണെങ്കിലും അതിന് ചില അപകടങ്ങളുണ്ടല്ലേ. ആൻറ്റിബയോട്ടിക്സ് ഒട്ടത്തിനെല്ലാം കഴിച്ചാലോ അതപകടമാണ്. അച്ചടക്കം അതുപോലെ തന്നെയാണ്. അപ്പോൾ അച്ചടക്കത്തെ ജീവിതത്തിൻ്റെ ആത്യന്തിക നന്മയായി കാണുന്ന ആളുകളുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് വെർച്യു ഇൻ ലൈഫ് ഈസ് ഡിസിപ്ലിൻ. ടു വ്യൂ ഡിസിപ്ലിൻ ആസ് ദി സമ്മം ബോണം ഓഫ് ലൈഫ്, അത് ശരിയല്ല. ദൈവത്തിൻ്റെ മഹത്വമാണ് ആത്യന്തിക നന്മ. ഡിയോ ഗ്ലോറിയ, ദൈവത്തിൻ്റെ നന്മ, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ. അതുകൊണ്ട് നിങ്ങൾ അച്ചടക്കത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കരുത്. എൻ്റെ അച്ചടക്കം, മൈ ഡിസിപ്ലിൻ നോ. അതവിടെ ദൈവം തന്നെ ഇരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രം അച്ചടക്കം. അതിന് ദൈവത്തിന് സ്ഥാനം കൊടുക്കരുത്. രണ്ടാമത് അഹങ്കാരമാകാൻ നമ്മുടെ അച്ചടക്കം. അച്ചടക്കത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകാൻ, ഞാൻ അച്ചടക്കമുള്ള ഒരു ഭക്തനാണ്, നീ അച്ചടക്കമില്ലാത്ത ഒരാളാണ് എന്ന് പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് എഴുതി പ്രാർത്ഥിക്കും. നീ എത്ര മണിക്ക് എഴുതേക്കുന്നത്? കണ്ടില്ലേ, നീ എനിക്ക് എന്താ അച്ചടക്കമുള്ളത്? ഞാൻ അച്ചടക്കമുള്ളതാണ്. അത് വലിയ അപകടമാണ് കേട്ടോ. അതൊരു ക്യാൻസറാണ്. നമുക്ക് അച്ചടക്കം ഉണ്ടെന്നുള്ളത് നല്ലതാണ്. പക്ഷേ നമ്മൾ അച്ചടക്കത്തെ ഏതോ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെയാണ് അക്രൈസ്തവമായ തീവ്രത, അൺക്രിസ്ത്യൻ സിവിയറിറ്റി. മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുന്നവർക്ക് വരാനിടയുള്ള ഒരു അപകടമാണിത്. അതായത് പട്ടാള ചിട്ടയിലുള്ള അടക്കം, പ്രത്യേകിച്ച് യുവവിശ്വാസികളെ ശിഷ്യപ്പെടുത്തുമ്പോൾ പലരും പ്രകടമാക്കുന്ന അസഹിഷ്ണുതയുള്ള കാഠിന്യമാണിത്. അച്ചടക്കം നേടിയിട്ടുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന പലരും ഇപ്രകാരമുള്ള അക്രൈസ്തവ തീവ്രത കാട്ടാറുണ്ട്. ഈ യുവാക്കന്മാർക്ക് സഹിക്കുകയില്ല. നിങ്ങൾ അച്ചടക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ചടക്കം എന്തിനാ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു? നിങ്ങൾക്ക് അച്ചടക്കം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ എനിക്ക് അച്ചടക്കം ഇല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് അവർ ചോദിക്കുന്നു. അതുകൊണ്ട് അച്ചടക്കത്തിൻ്റെ നന്മയെക്കുറിച്ച് എന്നോട് പറ. അച്ചടക്കം എന്ന നന്മയെക്കുറിച്ച് പറയാതെ അച്ചടക്കത്തിൻ്റെ നന്മയെക്കുറിച്ച് പറ. അച്ചടക്കത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയില്ല. ചിലപ്പം അച്ചടക്കം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഈസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. നോ, ഡിസിപ്ലിൻ ഷുഡ് ബി എ മീൻസ് ടു ആൻ എൻഡ്. ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനും ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യാനും ഒക്കെയുള്ള ഒരു മാർഗമാണ് അച്ചടക്കം. അല്ലാതെ അച്ചടക്കം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അന്ത്യമല്ല. അത് കാര്യമില്ല. അതുപോലെ അക്രൈസ്തവമായ സന്യാസമുണ്ട്, അൺക്രിസ്ത്യൻ അസറ്റിസിസം. ചിലർ വളരെ തീവ്രമായ അച്ചടക്കത്തിൻ്റെ ഭാഗമായി സന്യാസത്തിലേക്ക് പോകാറുണ്ട്. ആഹാരം സംബന്ധിച്ചും വിവാഹം സംബന്ധിച്ചും സമ്പത്ത് സംബന്ധിച്ച് കാർക്കശ്യമായ മൊറട്ടോറിയം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അവയൊക്കെ മറ്റുള്ളവരോട് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്താറ്. ഇത് വളരെ ആപത്കരമാണ്. ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. അഞ്ചാമത്, അച്ചടക്കവും വിശുദ്ധിയും ഒന്നാണെന്ന ധാരണ പലർക്കുമുണ്ട്. അച്ചടക്കമുള്ളവരെല്ലാം വിശുദ്ധിയുള്ളവരൊന്നുമല്ല. ഇല്ല, ഒരു നല്ല അച്ചടക്കമുള്ളവരെല്ലാവരും ആത്മീയരാണെന്ന ധാരണ എല്ലായ്പ്പോഴും ശരിയല്ല. അച്ചടക്കം കുറഞ്ഞ ഭക്തന്മാർ കടന്നു വരാം.
വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നത്, നല്ല വസ്ത്രം വേണ്ടെന്ന് വയ്ക്കുന്നത്, ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നത്, രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് ഐസ് വെള്ളത്തിൽ കുളിക്കുന്നത്, സ്വന്തമായ വീടില്ലാതെ എന്നും വാടക വീട്ടിൽ താമസിക്കുന്നത്, ഇതെല്ലാം ആത്മീയ ലക്ഷണമാണോ? ഒന്നും ആത്മീയ ലക്ഷണമല്ല. കൊച്ചുഞ്ഞുപദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വലിയൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എൻ്റെ ഒരു വലിയ അമ്മാച്ചൻ, എൻ്റെ അമ്മയുടെ അമ്മാച്ചനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഭയങ്കര അച്ചടക്കമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം അർദ്ധരാത്രി കഴിഞ്ഞ് ആഹാരം കഴിക്കും. കണ്ണടച്ച് മരുമോളെല്ലാം അന്ന് അത് പകലുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും, മാങ്ങ ചെത്തിയെങ്കിൽ അതേ ഒരു പുളി കാണും, കരിയപ്പുണ്ട് അതേ ഒരു കഷ്ണം കാണും, എല്ലാം കാണും കൊണ്ടുവെക്കും. കൊച്ചു പേശി ചോറ് മാത്രം മാറ്റി വെച്ചേച്ച് കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു കൂട്ടാനെ തുടർന്ന്, ചില ഉപ്പായിരിക്കും, അത് മാത്രം കൂട്ടി ചോറ് ഒറ്റ ഏത് തൊടുന്നത് മാത്രം. അത് ഭക്തിയുടെ വരുവാ, അതും ഭക്തിയുമായിട്ട് എൻ്റെ ബന്ധു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കർത്താവ് തീനിയും കുടിലുമായ മനുഷ്യനാണ്, അനാത്മികനായ ഇരിക്കുന്ന മനുഷ്യനാണ്. മോരുടുപ്പ് തേച്ചെന്നും പറഞ്ഞ് കൊണ്ട് ചെന്നിട്ട് കോടാലി എടുത്തിട്ട് വന്ന് ആ മേശ വെട്ടിക്കേറി. ഇനി മേലാൽ ഈ മേശ വെച്ച് എന്തൊരു അന്യായമാണ്, തീയിട്ടൊരു പെട്ടിക്കകത്തിട്ടിട്ട് തുണിയുടെ പുറത്ത് അങ്ങോട്ട് ഇട്ടിട്ട് വലിക്കുക. ഇതാണോ ആത്മീയത? അപ്പൊ ചില ഭക്തന്മാരായ മനുഷ്യർ അവരുടെ ഈ അച്ചടക്കത്തിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അതൊരു അവർക്ക് അത്രയൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഈ ആത്മീയത എന്ന് പറയുന്ന ഇതുപോലെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ തെറ്റായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അച്ചടക്കവും വിശുദ്ധിയും ഒന്നാണെന്നുള്ള ധാരണ വേണ്ട. നല്ല വസ്ത്രം ധരിക്കുന്നത് ജഡികത്വത്തിൻ്റെ അതല്ല, നല്ല ആഹാരം കഴിക്കുന്നതും ജഡികൻ്റെ ലക്ഷണമല്ല, സ്വന്തമായിട്ട് വീടുള്ളതും ജഡികൻ്റെ ലക്ഷണമല്ല, ഒരു കാറുള്ളതും ജഡികൻ്റെ ലക്ഷണമല്ല. പക്ഷേ കാറാണ്, വീടാണ്, ശാപ്പാടാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ലക്ഷ്യവും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവനത് മഹാഭാവമാണ്. അതല്ല. എന്തിനാ ഞാൻ ആഹാരം കഴിക്കുന്നത്? ഞാൻ ആരോഗ്യമുള്ളവനായിരിക്കാൻ. എന്തിനാ ആരോഗ്യമുള്ളവനായിരിക്കുന്നത്? എനിക്ക് നിർത്താൻ വേല ചെയ്യണം. ഞാനിന്ന് രോഗം പിടിച്ച് കട്ടി കയറി കിടന്ന് എനിക്ക് നിർത്താൻ വേല ചെയ്യണം. നോക്കുമോ? ഇല്ല. എനിക്കെന്തിനാ കാറ്? എനിക്ക് പല സ്ഥലം എനിക്ക് നിർത്താൻ വേല ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ എന്നും ബസ്സിൽ പോയാൽ എനിക്ക് എല്ലായിടത്തും എത്തിച്ചേരാനൊക്കെ ഇല്ല. പക്ഷേ എനിക്ക് മെഴ്സിഡീസ് ബെൻസിൻ്റെ ആവശ്യമുണ്ടോ? ഓടിയുടെ ആവശ്യമുണ്ടോ? എനിക്ക് അതിനൊരു കാറ് വേണം. ബെൻസ് കാറും എന്നെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകും, എൻ്റെ കാറും ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകും. ഞാനത്ര കാണുന്നുള്ളൂ. പിന്നെ അവനൊന്നുകൂടെ ഒന്ന് സുഖമായിട്ടൊക്കെ എഴുതിയിരിക്കുക, അത്രയല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ കാറല്ല. കാർ എൻ്റെ അഹങ്കാരത്തിൻ്റെ പോയിൻ്റ് ആകുമ്പോൾ, എൻ്റെ പ്രശംസയുടെ പോയിൻ്റ് ആകുമ്പോൾ, എൻ്റെ വീടിൻ്റെ പ്രശംസയുടെ പോയിൻ്റ് ആകുമ്പോൾ അതെനിക്ക് വിഗ്രഹം. അപ്പം നമ്മൾ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ചില സമയത്ത് ചില അച്ചടക്കമുള്ള ആളുകൾ അവരെല്ലാവരുടെയും മേൽ തങ്ങളെ തന്നെ അങ്ങ് ഉയർത്തും. ദൈവത്തേക്കാൾ കൂടുതൽ, ഉപ്പിനേക്കാൾ കൂടുതൽ ഉപ്പിട്ടതിന് അങ്ങനെ പറയില്ലേ? എന്താ ഉപ്പിട്ടതിന് ഉപ്പിനേക്കാൾ കൂടുതൽ ഉപ്പുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ പറയാം, അങ്ങനെ പറയാറുണ്ട്. പറയുന്നത് നീ എത്രത്തോളം ദൈവത്തോളം പറയില്ല, നീ എത്ര ഭക്തനായാലും. നീ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ദൈവത്തേക്കാൾ കൂടുതൽ ഭക്തനാണെന്ന്. അത് ചിന്തിക്കരുത്. അതെ, അച്ചടക്കമില്ലാത്ത അച്ചടക്കമുണ്ട്. അതപ്പോഴത്തേക്ക് അച്ചടക്കം എൻ്റെ യജമാനാകുന്ന ഒരവസ്ഥ. അച്ചടക്കത്തെ ഒരു ദാസനാക്കി വേണം വെക്കാൻ. അച്ചടക്കം ഒരിക്കലും നിൻ്റെ യജമാനാകരുത്. ദൈവമായിരിക്കണം നിൻ്റെ യജമാനൻ. അച്ചടക്കം നിൻ്റെ ദാസനായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കണം, അതിന് അച്ചടക്കം വേണം. കാരണം നീ 7 മണിയാകുമ്പോൾ നിൻ്റെ ഡ്യൂട്ടി തുടങ്ങും. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നിനക്ക് ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാൻ സമയം വേണം. അതിനാ എൻ്റെ അച്ചടക്കം. അച്ചടക്കം എൻ്റെ യജമാനല്ല, അച്ചടക്കം എൻ്റെ ദാസനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഡിസിപ്ലിൻ ഷുഡ് ബി മൈ സർവൻറ്റ്. അതെൻ്റെ മാസ്റ്ററായ വലിയ പ്രശ്നമാണ്. അപ്പോൾ അച്ചടക്കം നമുക്ക് വേണം. പക്ഷേ അച്ചടക്കം എന്തിനു വേണം? വഴക്കമില്ലാത്ത അച്ചടക്കം അങ്ങനെ ഒന്നുണ്ട്. പരീശന്മാർ ശാസ്ത്രിമാർ ഇപ്രകാരമുള്ള അച്ചടക്കത്തിൻ്റെ ഇരകളായിരുന്നു. അവർക്ക് യാതൊരു വഴക്കവുമില്ല. കരുണയില്ലാത്ത അച്ചടക്കം എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. അവർ കറിവേപ്പില വീട്ടിൽ കറി വെക്കാനായിട്ട് കറിവേപ്പില എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ അവർ എണ്ണയാണ് ഇടുന്നത്. 1 കറിവേപ്പില, 2 കറിവേപ്പില, 3 കറിവേപ്പില, 8 9 ഇട്ട് 1 കറിവേപ്പില. ഇത്രയും ചെയ്യുന്നവരായ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ? പറയില്ലോ, ഒരു ചെറിയ വിരൽ കൊണ്ട് പോലും പാവപ്പെട്ട ഒരു ഭാരം. അതാണ് വഴക്കമില്ലാത്ത അച്ചടക്കം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തണുപ്പിലും
രോഗത്തിനും രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 5 മണിയായപ്പോൾ കുറ്റബോധം തോന്നുക. സ്വർഗത്തിലെ ദൈവം രാവിലെ 4 AM അലാറം വെച്ചിട്ടുണ്ടെന്ന് ധാരണ ആപത്താണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അനേക ഭക്തനാണെന്ന് ധരിക്കുന്നവരുണ്ട്. അതൊക്കെ പരീക്ഷൻ്റെ അച്ചടക്കമാണ്. നിങ്ങൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല, നല്ലതാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്തവരെല്ലാം അഭക്തരാണോ? ഒന്നുമല്ല. തുളസിയിലും ജീരകത്തിലും ചതകുപ്പയിലും കൃത്യമായ ദശാംശം കൊടുക്കും. അതിലാണ് ഭക്തി എന്ന് ധരിക്കുന്നത്. 1 വർഷത്തിന് ശേഷം വീട്ടിലെത്തിയ ഭക്തനായ പിതാവ് മക്കളും ഭാര്യയും ഏറെ വാഞ്ചയോടാണ് അയാൾക്കായി കാത്തിരുന്നത്. ഒരുമിച്ചൊരു വർഷത്തിന് ശേഷം ആഹാരം കഴിക്കാം എന്നവർ ആഗ്രഹിച്ചു. നല്ല ആഹാരമൊക്കെ പാചകം ചെയ്ത അയാൾ മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പമിരുന്നു. ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്തു. എന്നിട്ട് തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ആ ദിവസം അയാളുടെ പതിവ് ഉപവാസമായിരുന്നു. 1 വർഷത്തിന് ശേഷം അയാളുടെ വീട്ടിൽ വന്നതാണ്. ഭാര്യയും മക്കളും വന്ന് അപ്പച്ചൻ്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ആഹാരം കഴിക്കണമെന്ന് വിചാരിച്ചു. അത് അയാളുടെ ഉപവാസ ദിവസമായിരുന്നു. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവം ആ ഭക്തിക്കാണ് മാർഗിടുന്നത്? ഇല്ലെന്നേ, ആ ഭക്തിക്കല്ല. വീട്ടുകാരുടെ വിശപ്പും പോയി ദാഹവും പോയി അന്നുണ്ടാക്കിയ ആഹാരം മുഴുവൻ ഒരു പട്ടിക്ക് കൊടുത്തു. അപ്പോൾ കടുത്ത നിയമങ്ങൾക്ക് വിധേയമായ അച്ചടക്കം, ഡിസിപ്ലിൻ സബ്ജക്റ്റ് ടു ഹാർഷ് റൂൾസ്. അച്ചടക്കം മെച്ചമാകുവാൻ നിയമങ്ങൾ കഠിനമായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ഭക്ഷണം സംബന്ധിച്ച കാർക്കശ്യം ഞാൻ കൊച്ചു കാര്യം പറഞ്ഞില്ല. അതെ, ഞങ്ങളുടെ വീട്ടിൽ വളരെ കാർക്കശ്യമുള്ള ആളായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച 8 മണിക്ക് കഴിക്കും, 12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കും, 4 മണിയാകുമ്പോൾ ചായ കുടിക്കും, വൈകിട്ട് 6 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ സപ്പർ കഴിക്കും. സപ്പർ കഴിക്കുന്നെങ്കിൽ സപ്പർ കഴിക്കാറില്ല, വൈകിട്ട് കഴിക്കാറില്ല. പക്ഷെ ആ സമയം ലഭിക്കാൻ വയ്യാത്തൊന്നുമല്ല. പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന തരുമ്പോൾ ബൈബിൾ ക്ലാസ്സുള്ള ബൈബിൾ ക്ലാസ്സിന് പോകും. വീട്ടിലാരും ഗസ്റ്റ് വന്ന് അവരുമായിട്ടിരുന്ന് അവരോട് ചോദിക്കുന്നത് എത്ര മണിക്ക് ആഹാരം കഴിക്കുന്നത്? ഞങ്ങൾ 7 മണിക്ക്. ശരി, നമുക്ക് 7 മണിക്ക് ആഹാരം കഴിക്കാം. ഞങ്ങൾ 6 മണിക്ക് കഴിക്കുക, നിങ്ങൾ 7 മണിക്ക് കഴിക്കുകയും പറഞ്ഞാൽ മാറ്റിയിരുന്നു. നല്ല. അപ്പോൾ അച്ചടക്കത്തെ അങ്ങനെ നാം ഒരു പൈലറ്റ് ചെയ്യാൻ വയ്യാത്തതായിരിക്കുന്ന ഒന്നായിട്ട് ഒരിക്കലും മാറുന്നത്. ലക്ഷ്യം മറന്ന അച്ചടക്കം. ഡിസിപ്ലിൻ ദാറ്റ് ഫോർഗെറ്റ് പർപ്പസ്. എന്തിനാണ് അച്ചടക്കം? അച്ചടക്കത്തിന് വേണ്ടിയുള്ള അച്ചടക്കം അതൊരു ഭയങ്കര തമാശയാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അച്ചടക്കം. എൻ്റെ അഭിമാനത്തിന് വേണ്ടിയല്ല, എൻ്റെ അവകാശവാദത്തിന് വേണ്ടിയല്ല അച്ചടക്കം. ഒരിക്കലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു യുവാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ ബഹുമാനിയ ഒരു പാസ്റ്ററായിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അലസനും കൊള്ളരുതാത്തതുമായി ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ? യുവാവ് മറുപടി പറഞ്ഞു, സാർ, ഇല്ല, എനിക്ക് ഒട്ടും ലജ്ജയില്ല. എൻ്റെ അപ്പൻ ലോകക്കാരെ എല്ലാം നന്നാക്കുവാൻ നടക്കുന്നവനാണ്. ഒരിക്കൽ പോലും അപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. കാണുന്നതല്ല, ഇന്ന് രാവിലെ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതാണ്. തിരിച്ചായി മോന് വേണ്ടി പ്രാർത്ഥിക്കാം ഇല്ല, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചെയ്യാൻ. കള്ളുകുടിയനായ മകൻ, ഭക്തന്മാരായ നാട്ടുകാർ, അതാണോ ദൈവം പ്രതീക്ഷിക്കുന്നത്? അതല്ല. അപ്പോൾ പാസ്റ്ററുടെ അച്ചടക്കം പ്രാർത്ഥിക്കുക, പഠിക്കുക, പ്രസംഗിക്കുക, സന്ദർശിക്കുക, അതൊക്കെയാണ്. മക്കളെങ്ങനെ പോയാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അച്ചടക്കം വളരെ നല്ലതാണ്. അച്ചടക്കം കൂടാതെ ആർക്കും ഉയരാനാവില്ല. എന്നാൽ അപകടകരമായ ഉയർച്ചയുണ്ട്, അത് വീഴ്ചയ്ക്ക് കാരണമാകുന്നതാണ്. അൺസേഫ് അപ്ലിഫ്റ്റിംഗ് വേർ ദ ഫോൾ ഈസ് സർട്ടൻ ആൻഡ് ഫെയ്റ്റൽ. അച്ചടക്കമില്ലാതെ ഉയർച്ച വന്നാൽ വീഴ്ച ഭയങ്കരമായിരിക്കും.